ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം നമുക്ക് കുറച്ച് പൂക്കളും ചെടികളൊക്കെ കണ്ടിട്ട് വീഡിയോ തുടങ്ങാം. അപ്പം ഞാൻ എന്നും വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ വല്യമ്മ ഇങ്ങനെ പൂക്കളെയും ചെടികളൊക്കെ ഇങ്ങനെ പരിപാലിച്ച് നടക്കണം കാണാം. അപ്പം എനിക്ക് തോന്നി ഒന്ന് വീഡിയോ എടുക്കണം എന്ന്. കാരണം നല്ല രസമാണ് ഇവിടെ പൂക്കളൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ പൂന്തോട്ടമല്ല, വല്യമ്മയുടെ വീട്ടിലത്തെ പൂന്തോട്ടമാണ് ഗൈസ്. ഈ പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് ഗ്രീൻ കളർ റോസാപ്പൂവാണ് ഗൈസ്. എനിക്ക് അതിശയായി ഫസ്റ്റ് കണ്ടപ്പോൾ. അപ്പം ഞാൻ പല കളറിലുള്ള റോസാപ്പൂക്കൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ആദ്യമായിട്ടാണ് ഈ പച്ച കളറുള്ള റോസ് കാണുന്നത്. നിങ്ങൾ ഗ്രീൻ കളർ റോസാപ്പൂക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. പിന്നെ ഗൈസ്, വല്യമ്മ ഇവിടെ ഒരു ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാർ പോകുമ്പോൾ ഓരോ പൂക്കൾ വീതം ഇങ്ങനെ പൊട്ടിച്ച് കൊണ്ടുപോകും. അപ്പൊ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. വല്യമ്മയുടെ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൽ എഴുതിയിരിക്കുന്നത് പൂ പറിക്കല്ലേ പ്ലീസ്, ചെടിയിൽ നിൽക്കുമ്പോഴല്ലേ പൂവിന് ഭംഗിയുള്ളത്. അതിലെഴുതിയിരിക്കുന്നത് സത്യമല്ലേ. നമ്മളിങ്ങനെ പൂ വെറുതെ ഇങ്ങനെ പറിച്ച് നശിപ്പിച്ച് കളയും. ചെടിയിൽ നിൽക്കുമ്പോഴല്ലേ ഒരു പ്രത്യേക ഭംഗി. ഇനി നമുക്ക് വല്യമ്മയുടെ വീട്ടിലത്തെ പലതരം റോസാപ്പൂക്കളുടെ കളക്ഷനാണ്. നല്ല പല പല കളറുകളൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തത് രാവിലെ തന്നെ ഒരു വൈബ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നാളെ തൊട്ട് എക്സാം ഒക്കെ തുടങ്ങായി ഗൈസ്. അപ്പം ഇനി നാളെ ഞങ്ങൾക്ക് സംസ്കൃതം എക്സാമാണ്. നിങ്ങൾക്കൊക്കെ എപ്പോഴാണ് എക്സാം തുടങ്ങുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്കറിയാം ഇപ്പം എക്സാമൊക്കെ ആയി. അപ്പം ലോങ് വീഡിയോ കാണാൻ ഇപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. സാരില്ല, നിങ്ങൾ എല്ലാം കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞിട്ടിരുന്ന് കണ്ടാൽ. അപ്പം എല്ലാവർക്കും എക്സാം ആശംസകൾ നേർന്നുകൊണ്ട്, എനിക്കും നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. നമ്മുടെ കുഞ്ഞാറ്റൊരു സുന്ദരി കുട്ടിയായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവൾ തലയിൽ വെച്ചിരിക്കുന്നത് കനകാംബരപ്പൂവാണ്. അമ്മച്ചി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പൂവാണിത്. അപ്പം അമ്മച്ചി നൂലിൽ കോർത്തിട്ട് അവൾക്ക് തലയിൽ വെച്ച് കൊടുത്തതാണ്. അപ്പം അവൾ സ്കൂളിൽ പോവാണ്. പിന്നെ എനിക്കിന്ന് പഠനോത്സവമാണ് സ്കൂളുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് സ്റ്റഡി ലീവ് എടുത്തു. എനിക്ക് എല്ലാ എക്സാമിന് തലേദിവസം ലീവ് എടുത്തില്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു വിഷമായിരിക്കും. അത് കാരണം ഞാൻ എടുക്കാറും ഉണ്ട്. ഇപ്പൊ നമ്മുടെ കുഞ്ഞാറ്റനെ യാത്രയൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. അപ്പച്ചനും കുക്കും ഞാനും ബിയാൻറ്റിയും ഒക്കെ ഫ്രണ്ടിൽ. അങ്ങനെ കുഞ്ഞാറ്റ സ്കൂളിൽ പോയി. അതിനുശേഷം ഞാൻ പഠിക്കാനും പോയി. നന്നായി പഠിക്കണം. അപ്പൊ ഞാൻ പഠിക്കാൻ പോയി. ഫുഡ് കഴിക്കാണ് ഗൈസ്. എന്നിട്ട് ചെറുപയർ തോരനും കണവ അച്ചാറും ചെറുപയർ തോരനും. ഡി വേണ്ടി പാവടി നമ്മുടെ അച്ചു എന്താ ഭംഗിയച്ഛനാണ്. അച്ഛന് ഫാൻസാണ് നിറച്ച്. സെക്കൻഡ് മാളോ മതി ഉറങ്ങിട്ട് എണീറ്റേ. ഡി ഒരാൾ പഠിച്ച് ഉറങ്ങി ഗൈസ്. കുറേ നേരം പഠിച്ചു കേട്ടോ. പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് ഉറക്കം വന്നു തുടങ്ങി. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഉറക്കം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നേരം പോയി കിടക്കാൻ പറഞ്ഞു. കുഞ്ഞാറ്റെന്നെ സ്കൂളിൽ വിട്ട ശേഷം ഞാൻ കുറച്ച് നേരം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പം ഞാനിപ്പോൾ അതേ ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ വേണ്ടി അമ്മ വന്ന് ഞാൻ എണീറ്റു. ഇനി എനിക്ക് കുളിക്കാൻ പോകണം. പിന്നെ അധികം പഠിച്ചു കഴിഞ്ഞിട്ടൊന്നും കുറച്ചൊക്കെ പഠിച്ചു. ഞാനിങ്ങനെ ഇരുന്ന് ക്ലാസ് കാണാണ്. അപ്പോൾ ഇങ്ങനെ ക്ലാസ് കാണുമ്പം അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ കിട്ടും. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ പഠിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പോയി കുളിക്കട്ടെ. അപ്പോൾ കുറച്ച് ഉഷാറ് കിട്ടും ഇനി കുളിച്ചിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ചാച്ചാ. നീ കുളിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് കയ്യില് എന്നിട്ട് പാപ്പം. ഇതാണ് പൊട്ടറ്റോ പാപ്പം. മറ്റേതോ? ഇതും പൊട്ടറ്റോ പാപ്പം. കുളിച്ചിട്ട് പഠിക്കാതിരിക്കാൻ നമുക്ക് വേഗം. ഇത് പൊട്ടറ്റോ പാപ്പമല്ല, ഇത് കൊള്ളിപ്പാപ്പം. പൈസ എവിടുന്നാ? പൈസ എൻ്റെ ബാഗിൽ നിന്ന്. ഇത് നിങ്ങൾ കാണണം. ഉച്ചയായിക്കഴിഞ്ഞാലുള്ള ഇവിടുത്തെ കോലം മണ്ണ് പിടിക്കുന്ന കാല് വയ്ക്കാൻ പറ്റില്ല ഗൈസ്. എന്ത് വെയിലാന്നറിയോ.
ഗൈസ് നമ്മുടെ കുഞ്ഞാറ്റ വന്നിരിക്കുകയാണ്. അപ്പൊ ഗൈസ് കുഞ്ഞാറ്റ ഐ ലവ് യു. ആരെയും വെയിറ്റ് ചെയ്യണേ. കുറച്ച് കുട്ടികളുണ്ട് നമ്മുടെ നെല്ലിക്കുന്ന് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ. ആ വണ്ടി ഇതേ കൂടെ പോകുന്നുണ്ട്. ആ പിള്ളേര് അവിടെ നിന്ന് തൊട്ടേ ഓളി ടാറ്റ പറഞ്ഞിട്ട്. അപ്പൊ അവരെയൊന്നും ഞാൻ നോക്കി നിൽക്കില്ല, എന്നും ഞാൻ ഉണ്ടാവാറില്ല. എനിക്ക് അവിടെ വീട്ടിലെ പണി. ഇന്ന് ആൽഫി ഉണ്ട് ടാറ്റ കൊടുക്കാൻ. ആൽഫി ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. ഞാനും അയ്യോ ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ ഈ സമയത്ത്. അവിടെ തന്നെ തുടങ്ങിയതാ സെന്റ് സെബാസ്റ്റ്യൻ. നാളത്തെ വീഡിയോയിൽ കാണാട്ടാ നിങ്ങളെ ടാറ്റ. അപ്പൊ ഗൈസ് ഞാൻ കുളി കഴിഞ്ഞ് വന്നു. ഇപ്പൊ ഞാൻ പൊട്ടാറ്റോ പാപ്പം കഴിക്കുകയാണ് ഗൈസ്. ഒരു പാക്കറ്റ് എന്റെ ബാഗിലുണ്ട്. ഞാൻ കുറച്ച് നമ്മൾ കഴിക്കും ഗൈസ്. എനിക്ക് പൊട്ടാറ്റോ പാപ്പം ഭയങ്കര ഇഷ്ടമാണ് എന്നാ പറയുക. അപ്പൊ ഞാൻ കഴിക്കാണ്. ഇവിടെ ഒരാള് രാവിലെ തൊട്ടി കിടപ്പാണ്. രാവിലെ വീഡിയോ എടുക്കുമ്പോഴും ഈ സ്ഥലത്തിന് പൊള്ളിയെന്നാണ് ചോറ് കഴിക്കണം തോന്നുന്നു. വീടിന്റെ ഫ്രണ്ട് വരെ എത്തിയപ്പോ വൈകി. എനിക്ക് മേക്കപ്പ് ചെയ്യണം. പള്ളി 7 മണിക്ക്. അപ്പൊ ഗൈസ് ഞാൻ ധ്യാനത്തിന് പോവാണ്, നന്നാവാൻ പോവാണ്. അപ്പൊ ഞാൻ പോയിട്ട് ഇനി പഠിക്കട്ടെ. ഇവനൊന്നും കുളിച്ചിട്ടില്ല, ഞാൻ മാത്രമേ വീട്ടില് ഇപ്പൊ കുളിച്ചിട്ടുള്ളൂ. വെറുതെ കുളിച്ചിരുന്നവൻ എവിടെ പോയിരുന്നു, എന്തിനാ പോയി എന്നിട്ട് നീ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം നമുക്ക് പോവാം. നന്നായി കൂടെ ഞാൻ പള്ളിയിൽ പോയേക്കായിരുന്നു. ഇപ്പൊ തന്നെ വന്നുള്ളൂ ഞാനും അമ്മച്ച കൂടെ. അവിടെ നമ്മുടെ പള്ളിയില് കുർബാനയ്ക്ക് ശേഷം 7 മണി തൊട്ട് 9 മണി വരെ ധ്യാനം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് കഴിക്കായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോ വന്നിപ്പോ 9 മണി കഴിഞ്ഞു തോന്നുന്നു. അപ്പൊ വന്നു. ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. അത് കാരണം ഞാൻ ഫുഡ് കഴിച്ചില്ല. വന്നിട്ട് ഇനി ഞാൻ പഠിക്കാനിരിക്കണം. നമുക്ക് പഠിക്കാം ഗൈസ്. ഞാൻ ഡ്രസ്സ് പറഞ്ഞിട്ടെ. നാളെ എപ്പോഴാ എക്സാം? നാളെ രാവിലെയാണ് ഗൈസ് എക്സാം. രാവിലെ എക്സാം 10 മണി. നാളെ 10 മണിക്ക് എക്സാം. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കടന്നുറങ്ങിയത് ഇന്ന് കൂടുതൽ നേരം ഇരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പിന്നെ ധ്യാനം എന്നല്ലേ പറയാ, ധ്യാനം. പിന്നെ ഈ ധ്യാനം ഞായറാഴ്ച വരെ ഉണ്ടാവും. ഞായറാഴ്ച വരെ ഇങ്ങനെ 7 മണി തൊട്ട് 9 മണി വരെ. അപ്പൊ ഞാൻ പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്കും ബുദ്ധിയൊക്കെ തരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ ഇനി പഠിക്കാൻ പോവാണ് സംസ്കൃതം. ഇപ്പോൾ ക്ലാസ് വന്നിട്ടുണ്ടാവും. ഞാൻ പഠിക്കാൻ പോവാണ്. പിന്നെ എന്റെ ഫ്രണ്ടുകളൊക്കെ മുടി നേരത്തെ ക്ലിപ്പിട്ടിച്ചു. കാരണം നാളെ എനിക്കിത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ക്ലിപ്പിട്ട് ചെയ്തു. അല്ലെങ്കിൽ സ്കൂളിൽ മുടി തൊട്ട് ഇങ്ങനെ നിൽക്കും. ഒരു കുറച്ച് നേരം ഒരു 12 മണി വരെ പഠിക്കണം എനിക്കുണ്ട്. പഠിക്കും. ഞാനതാണ് ഉറങ്ങിയത്. ഉറക്കം വരാണ്ടിരിക്കാൻ അപ്പോൾ ഞാൻ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഇനി എക്സാമാണ് നാളെ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലേക്കൊന്നും തന്നെ ചെയ്യാം. ഇതിന് വേണ്ടി